പിന്നെ അസമുസ്ലിയാരാ പിന്നെ പ്രസംഗിക്കുന്നത്. മൂപ്പരെന്താ പറയുന്നത്? സ്ത്രീ ജുമാ ജമാഅത്ത് ഒരു തർക്ക വിഷയമാണ് നമ്മൾ വഹാബികളും തമ്മിലുള്ള. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആ പക്ഷത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹാന്വേഷണം നടത്തിയപ്പോൾ തന്നെ ആതിഖ പറഞ്ഞിട്ടുണ്ട്, എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ജുമാ ജമാഅത്തിന് പങ്കെടുക്കും, അതിനിഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്ന് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ. അപ്പൊ അസമുല്യരാൾ പറഞ്ഞു, അപ്പൊ കണ്ടോ ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ എന്നാ. ഞാനപ്പം ഇങ്ങനെ ചിന്തിക്കാം, ഉമർ റളിയല്ലാഹുവിന്റെ മകനോട് മൂപ്പര് കല്യാണം കഴിപ്പിച്ച് ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, വേണ്ട, ഖലീഫ പറഞ്ഞിട്ടുണ്ട്, പാടില്ല. ഖലീഫ കാണൂലല്ലോ, നീ ഒഴിച്ചോ, അള്ളാഹു കാണും എന്ന് പറഞ്ഞു. അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ആ കുട്ടിയെ മകനോട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാ. അതുപോലെ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് ആമുഖമായി വാശി പിടിച്ച ആ സഹാബി വനിതയെ കല്യാണം കഴിച്ചത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധാർമ്മിക നില അറിയുന്നവർക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ട സൽസ്വഭാവമാണ് എന്നാ മനസ്സിലാകുള്ളൂ. ഞാൻ അന്ന് ചിന്തിച്ചു. ഇല്ലെങ്കിൽ മൂപ്പര് ദീനിന്റെ ഒരു കാര്യം അടിയറ വെച്ച് പെണ്ണ് കെട്ടിയെന്ന് വരൂലേ. അപ്പൊ രണ്ടാളുടെ പ്രസംഗം ഒരു സിയോണിസ്റ്റ് സ്റ്റൈലില്ല. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്റെ ഉസ്താദുമാർക്ക് എന്തോ തകരാറുണ്ട്. അൻ ഇബ്നു ഉമർ ഖാല കാനത്ത് ഇംറാത്തു ലി ഉമറ തശഹദുന സ്വലാത്ത സുബഹി വൽ ഇശാഇ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. മദീനത്തെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ജമാഅത്തിൽ ഉമറിന്റെ ഭാര്യ ഇശാക്കും സുബൈക്കും രാത്രി വരെ പങ്കെടുത്തിരുന്നു. ഫഖീല ലഹ, അവരോട് ചോദിക്കപ്പെട്ടു, ലിമ തഖ്റുജുന അന്ന ഉമറ യക്റഹു ദാലിക യുഗാർ. ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടമല്ലല്ലോ നിങ്ങളുടെ ഭർത്താവിന്, പിന്നെന്താ നിങ്ങൾ പോകുന്നത്? കാലത്ത് വമാ യംനഹു അൻ യൻഹാനി, എന്റെ ഭർത്താവ് ഖലീഫയല്ലേ, പോകണ്ട എന്ന് എന്നോട് പറഞ്ഞോട്ടെ, എന്താ പറയാത്തത്? അതിന് മറുപടി യംനഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഹു ഇമാ അല്ലാഹി മസാജിദുല്ലാഹ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടയണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടാണ് എന്ന് മൂപ്പ് കണ്ടങ്ങള് സ്റ്റേജുമെന്ന്. ഇതാ അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പേടി? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടെന്ന് പറയാൻ. സ്വന്തം ഭാര്യയോട് പോകണ്ടെന്ന് സ്വകാര്യമായിട്ട് പറയാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട്. റസൂലുള്ളാഹിന്റെ ഉപദേശം കർണപുടത്തിൽ പതിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ കന്യവന്റെ ഭാര്യമാരെ തന്നെ പള്ളിയിൽ പോകണ്ട ഹറാമെന്ന് പറയുന്ന ആൾക്കാർ എത്രമാത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യയിൽ നിന്ന് അകന്നവരാണ്. അതാണ്. അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ഇവിടെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു താല നമുക്ക് ഹക്ക് പ്രകാരം നാം ഉൾക്കൊള്ളേണ്ട സന്ദേശം ഉൾക്കൊണ്ട് അത് വളരെ ഉത്കർഷതയോടുകൂടെ വളരെ ശക്തിയായി പ്രബോധനം ചെയ്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ കർമ്മപരമായ മുഴുവൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.